السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഏറ്റവും പ്രിയം നിറഞ്ഞ മുത്തുമുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അവന്റെ ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ അടിയാറുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമുഖമൊന്നും സുദീർഘമാക്കാതെ വിഷയത്തിന്റെ കാതലായ വശങ്ങളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് പറയാനും കേൾക്കാനും അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100 ആണ്ട് പൂർത്തിയാക്കി അതിന്റെ 100ാം വാർഷിക മഹാസമ്മേളനം വടക്കൻ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ കുണിയയിൽ വെച്ചുകൊണ്ട് 2026 ഫെബ്രുവരി 4 മുതൽ 8 കൂടിയ തീയതികളിലായി വളരെ പ്രൗഢമായ രീതിയിൽ നടത്തപ്പെടുകയാണ്. അതിന്റെ പ്രചാരങ്ങളും മറ്റുള്ള പ്രവർത്തനങ്ങളുമൊക്കെ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. സമ്മേളനത്തിന് വേണ്ടിയുള്ള ബസ്സുകൾ വരെ നമ്മുടെ മലപ്പുറം ജില്ല അടക്കമുള്ള പല ജില്ലകളിൽ നിന്നും പല മഹല്ലത്തുകളും ബുക്ക് ചെയ്തു കഴിഞ്ഞു. അതിലേക്കുള്ള ഒരുക്കത്തിലും ആവേശത്തിലുമാണ് വിശ്വാസികളായ നമ്മളെല്ലാവരും. സമ്മേളനത്തിനോടനുബന്ധിച്ചുകൊണ്ട് നടക്കുന്ന ക്യാമ്പുകളിൽ, സെന്റിനറി ക്യാമ്പുകളിൽ പഠനാർഹമായ ഒരുപാട് വിഷയങ്ങൾ ചിന്തകന്മാരായ ആലിമീങ്ങളായ ആളുകൾ നമുക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ അതിലൊക്കെ പങ്കാളികളാവണം നമ്മൾ. നല്ല കാര്യങ്ങൾ പഠിക്കണം, സമൂഹത്തിന് സേവനം ചെയ്യണം, ദീനിന്റെ ഖാദിമീങ്ങളായിട്ട് മാറണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സമ്മേളനത്തിന്റെ ഭാഗമായി ബഹുമുഖ പദ്ധതികളുമായിട്ടാണ് നമ്മുടെ ഉമറാക്കളും ആലിമീങ്ങളും മുന്നോട്ട് വന്നിട്ടുള്ളത്. 100ാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് ഒരുപാട് പദ്ധതികൾ നമുക്ക് മുമ്പിൽ വിശദീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് തഹിയ ആപ്പിലൂടെ നമ്മൾ നൽകുന്ന ഓരോ സമ്പത്തും അള്ളാഹുവിന്റെ അടുക്കൽ അത് സ്വീകാര്യമാകും. അതൊരു ജാരിയായ സ്വതക്കയായി നമുക്ക് അത് അനുഭവിക്കാൻ കഴിയുകയും ചെയ്യും. നമുക്ക് അതുപോലത്തെ പദ്ധതികളൊക്കെ മുന്നോട്ട് വെക്കുമ്പോൾ അതിലേക്ക് സഹകരിക്കേണ്ട എന്നുള്ള താക്കീതുമായി, മോട്ടിവേഷനുമായി നമുക്ക് മുമ്പിൽ പിശാച് ലഅനത്തുല്ലാഹി അലൈഹി വരും എന്നുള്ളത് ഒരു സത്യമാണ്. വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ബഖറയിലെ 268-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖറ വയഉമുറുകും ബിൽ ഫഹ്ശാ. ശൈത്താൻ നിങ്ങളോട് ദാരിദ്ര്യത്തെ ഭീഷണിപ്പെടുത്തി അത് വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കും. നല്ലതിന് കൊടുത്താൽ നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. വയഉമുറുകും ബിൽ ഫഹ്ശാ, നീചമായ പ്രവർത്തനങ്ങൾക്ക് അവൻ മോട്ടിവേഷൻ നൽകും, പ്രേരണ നൽകും. എന്നാൽ വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു, അല്ലാഹു തആല അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനമാണ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. വഫളലൻ, അല്ലാഹുവിൽ നിന്നുള്ള ഔദാര്യവും. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു തആല വിശാലമായ ശേഷിയുള്ളവനാണ്, എല്ലാം അറിയുന്നവനാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുകയാണ്. നല്ല കാര്യത്തിന് വേണ്ടി ചെലവഴിക്കാൻ വളരെ പ്രേരകമായ രീതിയിൽ ഖുദ്സിയായ ഹദീസിലൂടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു നമ്മളോട് പറയുന്നു, യബ്ന ആദം അൻഫിഖ്, ആദമിന്റെ മോനെ നീ ചെലവഴിക്കൂ, ഉൻഫിഖു അലൈക, എന്നാൽ നിന്റെ മേൽ ഞാനും ചെലവഴിക്കുമെന്ന് ഖുദ്സിയായ ഹദീസിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നന്മക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന ഓരോ പണവും അതിന് പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തരുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുകയാണ്. വമാ അൻഫഖതും മിൻ ഷൈഇൻ ഫഹുവ യഖ്ലിഫുഹു, നിങ്ങൾ ചെലവഴിക്കുന്ന ഏതൊരു കാര്യവും അത് അല്ലാഹു തആല അതിന് പകരം നൽകുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്. നമ്മുടെ ജീവിതം അവസാനിച്ചുകൊണ്ട് മഹ്ശറ ലോകത്തേക്ക് നമ്മൾ പോകുമ്പോൾ അവസാന നിമിഷത്തിൽ റൂഹ് പിടിക്കുന്ന സമയത്ത് ഓരോ മനുഷ്യനും പറയും, ഒരു നിമിഷമെങ്കിലും എന്നെ ദുനിയാവിലേക്ക് നീ മടക്കുമോ? മടക്കിക്കഴിഞ്ഞാൽ അവൻ പറയാണ്, ഞാൻ സ്വദഖ ചെയ്തു കൊള്ളാം, ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടുകൊള്ളാം. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല, രണ്ടാമത് ദുനിയാവിലേക്ക് മടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് ആ ദുർബലമായ നിമിഷത്തിൽ സ്വദഖ ചെയ്തു കൊള്ളാം, സ്വാലിഹീങ്ങളിൽ പെട്ടുകൊള്ളാം എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ സ്വദഖ ചെയ്യാനും സ്വാലിഹീങ്ങളിൽ പെടാനുമാണ് ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടത്. സമസ്ത മുന്നോട്ട്
മുന്നോട്ട് വെക്കുന്ന ഒരുപാട് പദ്ധതികൾ, അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സമസ്ത സെന്റിനറി എഡ്യൂസിറ്റിയാണ്. അതിന്റെ കീഴിൽ പ്രവർത്തിക്കാൻ പോകുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഒന്ന് സെൻട്രൽ ക്യാമ്പസ്, രണ്ട് മാനവ വിഭവശേഷി കേന്ദ്രം, SNEC-യുടെ കോളേജുകളുടെ ഓരോ ഫാക്കൽറ്റികളുടെയും മോഡൽ ക്യാമ്പസുകൾ, ഇന്റർനാഷണൽ റിസർച്ച് സെന്റർ, ട്രെയിനിങ് സെന്റർ, ഫിനിഷിംഗ് സ്കൂൾ, ഇങ്ങനെയൊക്കെ ആ സമസ്ത സെന്റിനറി യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത് ഇന്റർനാഷണൽ ഹെറിറ്റേജ് മ്യൂസിയമാണ്. സമസ്തയുടെ 100 വർഷത്തിന്റെ ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന, അതുപോലെ കേരള ഇസ്ലാമിക പൈതൃകം ഉൾക്കൊള്ളുന്ന, അതുപോലെ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പലതും പഠിക്കാൻ അവസരങ്ങൾ നൽകുന്ന ഇന്റർനാഷണൽ ഹെറിറ്റേജ് മ്യൂസിയം. അടുത്തത് തമിഴ്നാട് വിദ്യാഭ്യാസ പദ്ധതിയാണ്. തമിഴ്നാട് സംസ്ഥാനത്തിൽ നമുക്കുള്ള സ്ഥാപനങ്ങൾ വാളയാറിൽ ഒരു സ്ഥാപനമുണ്ട്, തിരുപ്പൂരിൽ ഒരു സ്ഥാപനമുണ്ട്, പറങ്കിപ്പേട്ടയിൽ ഒരു സ്ഥാപനമുണ്ട്, രാമനാഥപുരത്ത് ഒരു സ്ഥാപനമുണ്ട്. അങ്ങനെയുള്ള ഈ സ്ഥാപനങ്ങളെ ഒക്കെ ഒന്ന് ശക്തിപ്പെടുത്താനും വിപുലപ്പെടുത്താനും വിശാലമാക്കാനും ഒരുപാട് പദ്ധതികൾ അതിലൂടെ കൊണ്ടുവരാനും നമ്മുടെ പണം അതിനുവേണ്ടി ചെലവഴിക്കുകയാണ്. മറ്റൊന്ന്, എല്ലാ വർഷവും നമ്മൾ നടത്താറുള്ള കൈത്താങ് ഫണ്ട്. ഈ വർഷം കൈത്താങ് ഫണ്ടായിട്ട് വേറെ പിരിക്കുന്നില്ല. നമ്മൾ നൽകുന്ന തഹിയ ആപ്പിലൂടെ നമ്മൾ നൽകുന്ന ഫണ്ടിന്റെ ചെറിയൊരു ഭാഗം കൈത്താങ്ങിന് വേണ്ടി, പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സാധാരണ നടന്നു വരാറുള്ളത് പോലെ അതിലേക്ക് മാറ്റിവെക്കും. മറ്റൊന്ന് ഈ ലേണിംഗ് വില്ലേജ് ആണ്. 30-ലധികം രാജ്യങ്ങളിൽ നിന്ന് 1000-ലധികം കുട്ടികൾ ഇപ്പോൾ അതിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രത്യേകത 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് ഈ ലേണിംഗ് വില്ലേജ് ആണ്. ഒന്നുകൂടെ അതിനെ മെച്ചപ്പെടുത്താൻ നമ്മുടെ പണങ്ങളും ചെലവഴിക്കുകയാണ്. അതുപോലെ റീഹാബിലിറ്റേഷൻ സെന്റർ, ഒരു പുനരധിവാസം നടത്താൻ. ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് മനുഷ്യന്റെ ജീവിതം നശിക്കുന്ന ഒരു ഘട്ടത്തിലെത്തുമ്പോൾ അവരെ ഒന്ന് താങ്ങായി പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട കൗൺസിലിങ്ങും അവർക്ക് വേണ്ട മോട്ടിവേഷനും എല്ലാം നൽകി അവരെ യഥാർത്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സെന്റർ, റീഹാബിലിറ്റേഷൻ സെന്റർ, ഇതിന്റെ ഭാഗമായിട്ട് പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. അടുത്തത് മെഡിക്കൽ കെയർ സെന്റർ ആണ്. പാലിയേറ്റീവ്, നമ്മുടെ നാട്ടുകളിലൊക്കെ പാലിയേറ്റീവ് പ്രവർത്തിക്കുന്നത് പോലെ അതിനേക്കാളും വിപുലമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ സ്റ്റുഡന്റ് ഹോസ്റ്റലുകൾ. നമുക്കറിയാം, പല സംസ്ഥാനങ്ങളിലും വിദൂര വിദ്യാഭ്യാസങ്ങൾക്ക് വേണ്ടി നമ്മുടെ മക്കൾ പോകുമ്പോൾ അവസാനം നമ്മുടെ മക്കൾ വരുന്നത് ലഹരിയുടെ അടിമയായിട്ടാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും മോശമായ പ്രവർത്തനങ്ങളിൽ അകപ്പെട്ടിട്ടാണ്. അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റുഡന്റ് ഹോസ്റ്റലുകൾ നിർമ്മിക്കുന്നത് ഡൽഹിയിലൊന്ന്, ബാംഗ്ലൂരിലൊന്ന്, മാംഗ്ലൂരിലൊന്ന്, കർണാടകയിൽ വേറൊരു സ്ഥലത്തൊന്ന്, ചെന്നൈയിലൊന്ന്, ഹൈദരാബാദിലൊന്ന്, കൊച്ചിയിലൊന്ന്, തിരുവനന്തപുരത്തൊന്ന്, തൃശ്ശൂരിലൊന്ന്, അങ്ങനെ ഓരോ ഹോസ്റ്റലുകളും 200 കുട്ടികൾക്ക് താമസിക്കാൻ പറ്റുന്ന സൗകര്യത്തിൽ, അവർക്ക് നിസ്കരിക്കാൻ, അവർക്ക് ഖുർആൻ ഓതാൻ, അവർക്ക് ആത്മീയ സദസ്സുകളിൽ പങ്കെടുക്കാൻ, അവർക്ക് വേണ്ട മോട്ടിവേഷൻ ക്ലാസുകൾ മറ്റുമൊക്കെ നൽകുന്ന രീതിയിലുള്ള വലിയ ഒരു ഹോസ്റ്റൽ സംവിധാനം നമ്മുടെ ഈ പദ്ധതിയിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുകയാണ്. മറ്റൊന്ന്, പ്രധാനമായ നഗരങ്ങളിൽ സമസ്തക്ക് ഒരു ആസ്ഥാനം ഉണ്ടാക്കാൻ. ഒന്ന് ഡൽഹിയിൽ വേണം, മറ്റൊന്ന് ബാംഗ്ലൂരിൽ വേണം, മറ്റൊന്ന് ചെന്നൈയിൽ വേണം. അതിൻ്റെയൊക്കെ ബിൽഡിങ്ങുകൾക്കുള്ള തുകകൾ ഇതിലൂടെ നമ്മൾ മാറ്റിവെക്കുകയാണ്. അതുപോലെ മറ്റൊരു പ്രവർത്തനമാണ് 10,313 പ്രവർത്തകരെ കണ്ടെത്തി അവർക്ക് പരിശീലനം നൽകി അവർ ദീനിന്റെ വലിയ ഒരു സേവകരായി മാറ്റുന്ന മറ്റൊരു പദ്ധതി. അതിലേക്കൊക്കെ വരുന്ന ചെലവുകൾ ഈ നമ്മൾ നൽകുന്ന ഈ സമ്പത്തിലൂടെ പഠിക്കാൻ താല്പര്യവും ബുദ്ധിയുമുള്ള പല മക്കളും സാമ്പത്തികമായി പിറകോട്ട് പോയതിന്റെ പേരിൽ പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ സഹായകമാകുന്ന രീതിയിൽ അടുത്തൊരു പദ്ധതിയാണ് ഹയർ സ്കോളർഷിപ്പ്. ഹയർ എഡ്യൂക്കേഷനുള്ള സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നേടിയ കുട്ടികൾക്ക് തുടർ പഠനത്തിനുള്ള സഹായം നൽകാൻ. അതുപോലെ തന്നെ സ്പെഷ്യൽ സ്കൂൾ, ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർക്ക് ആ കുട്ടികൾക്ക് തെറാപ്പിയും മറ്റും വിദ്യകളും നൽകി അവരെ പരിപോഷിപ്പിച്ചെടുക്കാനുള്ള ഒരു പദ്ധതി കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ സമ്മേളനത്തിലേക്ക് ചെറിയൊരു ഫണ്ട് നമ്മുടെ ഈ തഹിയയിൽ നിന്നും മാറ്റിവെക്കും എന്നുള്ളത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട, ഞാൻ സുദീർഘമാക്കുകയല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ നമ്മൾ എത്തുമ്പോൾ
നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ചോദ്യങ്ങൾ ചോദിക്കാതെ നമ്മുടെ കാലുകൾ മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒന്നാണ് വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖഹു. നിന്റെ സമ്പത്ത് നീ എവിടുന്ന് സമ്പാദിച്ചു, എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് അല്ലാഹു തആല നാളെ ചോദിക്കും. അപ്പോൾ ഞാൻ സമസ്തയുടെ പദ്ധതികൾക്ക് വേണ്ടി കൊടുത്തു, തഹിയിലേക്ക് ഞാൻ നൽകി എന്ന് പറയാൻ നമുക്ക് അവിടെ അവസരം കിട്ടണമെങ്കിൽ ഇപ്പോൾ നമ്മൾ അതിന് കാണണം. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുണ്ടല്ലോ, വാപ്പമാര്, ഉമ്മമാര്, സഹോദരന്മാര്, ബന്ധപ്പെട്ടവര്, നമ്മുടെ ആലിമീങ്ങൾ, സാദാത്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഉണ്ട്. അവരൊക്കെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. അവരുടെ പേരിൽ ഹദിയ ചെയ്യുകയാണെങ്കിൽ അവർക്കും കിട്ടുന്നു, നമുക്കും കിട്ടുന്നു. മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇന്ന ഉമ്മീ മാതത്, എന്റെ ഉമ്മ മരിച്ചുപോയി നബിയെ, ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നുവെങ്കിൽ ഉമ്മ എന്തെങ്കിലും വസിയത്ത് ചെയ്യുമായിരുന്നു. ഞാൻ എന്തെങ്കിലും എന്റെ ഉമ്മാക്ക് സ്വതക ചെയ്താൽ അത് എന്റെ ഉമ്മാക്ക് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ കിട്ടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ പേരിൽ ഒരു ഹദിയ എന്ന നിലക്ക് നമ്മൾ അതിലേക്ക് സംഭാവനകൾ അർപ്പിക്കുകയാണെങ്കിൽ നമുക്കും നമ്മുടെ ഇഷ്ടപ്പെട്ട മരിച്ചുപോയ ആളുകൾക്കും അത് ലഭ്യമാവും. അത് വലിയൊരു മുതൽക്കൂട്ടായി മാറും. അതിലായിരിക്കട്ടെ നമ്മുടെ സമ്പത്തുകളൊക്കെ നമ്മൾ ചെലവഴിക്കുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക മഹാസമ്മേളനം നല്ല വിജയത്തിലെത്താൻ വേണ്ടി എല്ലാവരും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. അല്ലാഹു തആല പൂർണ്ണമായ വിജയത്തിലെത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.